ഹലോ ഫ്രണ്ട്സ്, അഭിഷേക് ക്രിയേഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗസഹേൽ എന്ന സൈക്കോളജിക്കൽ ത്രില്ലർ സ്റ്റോറിയുടെ 3-ാമത്തെ എപ്പിസോഡാണ് ഈ വീഡിയോ. 1-2 എപ്പിസോഡുകൾ കാണാത്തവർ അത് കണ്ട ശേഷം ഈ വീഡിയോ കാണുക. നമുക്ക് 3-ാമത്തെ എപ്പിസോഡിലെ ഭാഗങ്ങളിലേക്ക് കടക്കാം. പോൾ പാർക്കർ കുടിലിനുള്ളിലേക്ക് പ്രവേശിച്ചു. കൂടെ അയാളുടെ കീഴുദ്യോഗസ്ഥൻ അനിരുദ്ധും. കുടിലിൽ ആരും തന്നെ ഇല്ലായിരുന്നു. ഇവിടെ ആരുമില്ലല്ലോ സാറേ, ഇനി ആരെങ്കിലും നമ്മളെ പറ്റിച്ചതാണോ? അനിരുദ്ധ് സംശയസ്വരത്തിൽ ചോദിച്ചു. പാർക്കർ കുടിലിനുൾവശം മുഴുവൻ കണ്ണോടിച്ചു നോക്കി. അവിടെ ഒരു കട്ടിലും നിലത്തായി കുറച്ചധികം പേപ്പറുകളും ഉണ്ടായിരുന്നു. പെട്ടെന്നാണ് പാർക്കർ അത് ശ്രദ്ധിച്ചത്. ചുരുണ്ടുകൂടിയ പേപ്പർ കഷ്ണങ്ങൾക്ക് ഇടയിലായി ഒരു വെള്ള പേപ്പർ നിവർന്നു കിടക്കുന്നു. അത് വെറും ഒരു പേപ്പറല്ല എന്ന് അയാളുടെ മനസ്സ് മന്ത്രിച്ചു. പാർക്കർ പതിയെ ആ കടലാസ് കയ്യിലെടുത്തു. അതിൻ്റെ മറുവശത്തായി ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു. അണിഞ്ഞൊരുങ്ങി നിൽക്കുന്ന ഒരു സ്ത്രീയും അടുത്തായി അവളുടെ ഭർത്താവും. പാർക്കർ പതിയെ ആ സ്ത്രീയുടെ ഇടതുവശത്തായി നിൽക്കുന്ന അവളുടെ ഭർത്താവിൻ്റെ ചിത്രത്തിലേക്ക് നോക്കി. അത് കണ്ട് പെട്ടെന്നയാൾ ഞെട്ടിയതും പാർക്കറിൻ്റെ അടിവയറ്റിൽ കത്തി കുത്തി കയറിയതും ഒരുപോലെയായിരുന്നു. ആ കുത്തുകൊണ്ട വേദനയിലും പാർക്കർ തൻ്റെ കയ്യിലിരുന്ന ആ പഴയ ഫോട്ടോയിലെ യുവാവിനെ തന്നെ നോക്കി നിന്നു. ഫോട്ടോയിലെ ആ ചെറുപ്പക്കാരൻ അയാളായിരുന്നു, പോൾ പാർക്കറിൻ്റെ കീഴുദ്യോഗസ്ഥൻ അനിരുദ്ധ്. പാർക്കർ സമീപത്തുണ്ടായിരുന്ന കിടക്കയിൽ ഇരുന്നു. അപ്പോഴിതാ ചോരത്തുള്ളികൾ ഇറ്റുവീഴുന്ന കത്തിയുമായി തൻ്റെ മുൻപിൽ നിൽക്കുന്നു അനിരുദ്ധ്. പാർക്കർ സാർ, ക്ഷമിക്കണം. ഇത് ചെയ്യാതെ എനിക്ക് മറ്റു വഴികളില്ല. ഇത്രയും നാൾ എല്ലാവരിൽ നിന്നും സത്യങ്ങൾ എല്ലാം ഞാൻ മറച്ചു വെച്ചു. ഇനി നിങ്ങളായിട്ട് അത് പുറത്തു കൊണ്ടുവരാൻ ഞാൻ സമ്മതിക്കില്ല. ഇന്ന് രാവിലെ ദുരാത്മാക്കൾ എഴുതിയ കത്തെന്ന പേരിൽ ചുമല മഷികൾ കൊണ്ട് അതെഴുതിയത് ഞാനാണ്. അത് നിങ്ങളെ ദേ ഈ കുടിലിൽ എത്തിക്കാനാണ്. അനിരുദ്ധ് പതിയെ പാർക്കറിൻ്റെ കയ്യിൽ നിന്നും ആ ഫോട്ടോ വാങ്ങി. അതിൽ ഭാര്യയുമായി ചിരിച്ചുകൊണ്ട് ഇരിക്കുന്ന അയാളുടെ മുഖം അയാളുടെ ഓർമ്മകളെ ആ പഴയ മൂടപ്പെട്ട സംഭവങ്ങളിലേക്ക് കൊണ്ടെത്തിച്ചു. വർഷങ്ങൾക്ക് മുമ്പ് ഒരു മെയ് മാസത്തിലാണ് അനിരുദ്ധും അയാളുടെ ഭാര്യ ആനിയും കൂടി പാറവട്ടം എന്ന ഗ്രാമത്തിൽ താമസത്തിനായി എത്തിയത്. അവിടെ അവർക്കായി ഒരു കൊച്ചു വീട് ഉണ്ടായിരുന്നു. അനിരുദ്ധും ആനിയും പ്രണയവിവാഹിതരായിരുന്നു. പിണക്കങ്ങളും മറ്റുമില്ലാതെ അവരുടെ ജീവിതം കടന്നു പോവുകയാണ്. പക്ഷേ വിവാഹം കഴിഞ്ഞ് 2 വർഷങ്ങളായിട്ടും കുട്ടികൾ ഉണ്ടാവാതിരുന്ന അവർക്ക് അത് വലിയൊരു ദുഃഖം തന്നെയായിരുന്നു. അങ്ങനെയിരിക്കെ ഒരിക്കലാണ് നാട്ടിൽ കൊടും വരൾച്ച വന്നത്. വരൾച്ച മൂലം വെള്ളമില്ലാതെ ഇരുന്ന നാട്ടുകാർ ഒത്തൊരുമിച്ച് വെള്ളമുള്ള ഒരു പ്രദേശം കുഴിച്ച് അവിടെ ഒരു കിണർ പണിതു. കുറേ കാലം ഗ്രാമവാസികൾ ആ കിണറ്റിൽ തണലിൽ വരൾച്ചയെ അതിജീവിച്ചു. പക്ഷേ വൈകാതെ കിണറിലെ വെള്ളവും വറ്റിത്തുടങ്ങി. തീരെ ഗതികെട്ട നാട്ടുകാർ ആ സ്ഥലം ഉപേക്ഷിച്ച് പോയി. ഇപ്പോൾ അനിരുദ്ധും ആനിയും മാത്രമാണ് ആ പ്രദേശത്ത് ഉള്ളത്. അങ്ങനെയിരിക്കെ ഒരു ദിവസമാണ് ആനിയുടെ വയറ്റിൽ ഒരു ജീവൻ തുടിക്കുന്നുണ്ടെന്ന് അനിരുദ്ധ് മനസ്സിലാക്കുന്നത്. സന്തോഷത്തിൻ്റെ നിമിഷങ്ങളായിരുന്നു അത്. ജനിക്കാൻ പോകുന്നത് ഒരാൺകുട്ടിയാവുമെന്നും അവനെ കുട്ടുവെന്ന് വീട്ടിൽ ഓമനപ്പേരിട്ട് വിളിക്കുമെന്നും അയാൾ തൻ്റെ ഭാര്യയോട് പറഞ്ഞു. പ്രസവം അടുക്കാറായപ്പോൾ മലമുകളിൽ ഒറ്റയ്ക്ക് താമസിച്ചിരുന്ന ആനിയുടെ അമ്മ അവരുടെ വീട്ടിലേക്ക് എത്തി. അവർ ഒരു വൈറ്റാട്ടിയാണ്. വീട്ടിൽ പ്രസവിച്ച ആനിയുടെ ശുശ്രൂഷകൾ നോക്കി നടത്തിയത് അവളുടെ അമ്മയാണ്. അങ്ങനെ തൻ്റെ ആദ്യത്തെ ചോരക്കുഞ്ഞിനെ അനിരുദ്ധ് കയ്യിലെടുത്തു. പക്ഷേ ആൺകുട്ടിയെ പ്രതീക്ഷിച്ചിരുന്ന അയാൾ അതൊരു പെൺകുഞ്ഞാണെന്ന് മനസ്സിലാക്കി. അനിരുദ്ധിൻ്റെ മുഖത്തെ ഭാവമാറ്റങ്ങൾ ആനി ശ്രദ്ധിച്ചു. അയാൾ ഒറ്റയ്ക്ക് ഒരു മൂലയിൽ സദാസമയം സിഗരറ്റും വലിച്ച് ഇരിക്കുകയാണ്. അങ്ങനെ സമയം അർദ്ധരാത്രിയായി.
ഭാര്യയും അമ്മയും ഉറങ്ങിക്കഴിഞ്ഞു. കട്ടിലിൽ കിടന്നിരുന്ന അനിരുദ്ധിൻ്റെ കണ്ണുകൾ ഒരു മൂങ്ങയെപ്പോലെ തുറന്നു. തൊട്ടിലിൽ കിടന്നിരുന്ന ആ കൈക്കുഞ്ഞിനെ പതിയെ അയാൾ കയ്യിലെടുത്തു. ശേഷം പതിയെ തൻ്റെ കരങ്ങൾ അതിൻ്റെ കഴുത്തിലേക്ക് അയാൾ അമർത്തി. നിലവിളിക്കാൻ പോലും ആ കുഞ്ഞിന് ശബ്ദം പുറത്തു വന്നില്ല. ഒടുവിൽ പിടഞ്ഞ് പിടഞ്ഞ് ആ കുഞ്ഞ് മരണത്തിന് ഇരയായി. അയാൾ ഒരു സൈക്കോയെപ്പോലെ കിടക്കയിൽ കിടന്നിരുന്ന ഭാര്യയെ നോക്കി. അവൾ ഇതെല്ലാം കണ്ട് വിറങ്ങലിച്ച് കിടക്കുകയായിരുന്നു. അവൾ ചാടി എഴുന്നേറ്റ് കുഞ്ഞിനെ തൊട്ടു നോക്കി. എന്താണ് നിങ്ങൾ എൻ്റെ കുഞ്ഞിനെ ചെയ്തത്? അവൾ അലറി. ശബ്ദം കേട്ട് ഉടനെ അവളുടെ അമ്മയും എഴുന്നേറ്റു. അനിരുദ്ധ് നെടുവീർപ്പിട്ട ശേഷം പറഞ്ഞു, ആനി, ഇതൊരു പെൺകുഞ്ഞാണ്. അതിന് പെണ്ണായാൽ കൊല്ലുവോ? തൻ്റെ അമ്മ ഒരു പെണ്ണല്ലേ? എന്നിട്ട് അവരെ താൻ കൊന്നോ? ഞാനൊരു പെണ്ണല്ലേ? ആദ്യം കൊല്ലേണ്ടത് എന്നെയല്ലേ? ഭ്രാന്തനാണ് നിങ്ങൾ. എൻ്റെ മുൻപിൽ നിന്ന് പൊക്കോ. കുഞ്ഞിനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ട് അവൾ പറഞ്ഞു. അയാൾ വീടിന് പുറത്തേക്ക് നടന്നു. അപ്പോൾ കുഞ്ഞിനെന്തു പറ്റി മോളെ എന്ന് ചോദിച്ച് കൊണ്ട് കരയുന്ന അവളുടെ അമ്മയുടെ ശബ്ദം പിന്നിലായി കേൾക്കുന്നുണ്ടായിരുന്നു. അയാൾ വീടിന് മുറ്റത്തായി ഇരുന്നു. ആനി പറഞ്ഞ വാക്കുകൾ അയാളുടെ കാതിൽ വീണ്ടും വീണ്ടും മുഴങ്ങി. ഞാനൊരു പെണ്ണല്ലേ? ആദ്യം കൊല്ലേണ്ടത് എന്നെയല്ലേ? അനിരുദ്ധിൻ്റെ മനസ്സിൻ്റെ താളം തെറ്റി. അയാൾ എഴുന്നേറ്റ് പുറത്തെ ഷെഡിലേക്ക് നടന്നു. അവിടെ ഇരുന്ന ഇരുതല മൂർച്ചയുള്ള ഒരു കോടാലി അയാൾ കയ്യിലെടുത്തു. ശേഷം വീടിനുള്ളിലെ കിടപ്പുമുറിയിലേക്ക് നടന്നു. ആനി കുഞ്ഞിനെ കെട്ടിപ്പിടിച്ച് ഉറങ്ങുകയാണ്. അവൾ കരഞ്ഞ് തളർന്ന മട്ടിലാണ് കിടന്നിരുന്നത്. തൊട്ട് സമീപത്ത് അവളുടെ അമ്മയും കിടപ്പുണ്ട്. അനിരുദ്ധിൻ്റെ കാലച്ച കേട്ട് ആനി കണ്ണു തുറന്നു. അയാളുടെ ഇടതുകൈയിൽ തടി കീറാൻ ഉപയോഗിക്കുന്ന ആ ഭീകര കോടാലി അവൾ കണ്ടു. താനിത് എന്തു ഭാവിച്ച? എന്നെയും കൊല്ലാൻ പോവുകയാണോ? ഇടറിയ സ്വരത്തിൽ അവൾ ചോദിച്ചു. അതല്ല ആനി, ഞാൻ കുറേ ആലോചിച്ചപ്പോൾ തോന്നി നീ പറഞ്ഞതാ ശരി. നിന്നെയല്ലേ ഞാൻ ആദ്യം കൊല്ലേണ്ടത്. ഒരാൺകുഞ്ഞിനെ എനിക്ക് തരാത്ത നീ ഇനി ജീവിക്കുന്നതിൽ അർത്ഥമില്ല. അയാൾ കോടാലി ഉയർത്തി. അത് കണ്ട് ആനി നിലവിളിച്ചു തുടങ്ങും മുൻപേ അവളുടെ നെഞ്ച് വെട്ടിക്കീറിക്കൊണ്ട് ആ കോടാലി ഹൃദയഭാഗത്ത് തുളച്ചു കയറി. അടുത്തു കിടന്നിരുന്ന അവളുടെ അമ്മ ഉണർന്നത് ചോര തെറിച്ചപ്പോഴാണ്. ഇത് കണ്ട് അവർ നിലവിളിച്ചുകൊണ്ട് സമീപത്തെ മുറിയിലേക്ക് ഓടി ഒളിച്ചു. അനിരുദ്ധ് ഒരു ഭ്രാന്തനെ പോലെ ചൂളമടിച്ചുകൊണ്ട് അപ്പുറത്തെ മുറിയിലേക്ക് നടന്നു. മേശപ്പുറത്തിരുന്ന ഒരു ഇരുമ്പ് ചുറ്റിക അയാൾ കയ്യിലെടുത്തു. അമ്മേ, ഇറങ്ങി വാ. എവിടെയായി ഒളിച്ചിരിക്കുന്നത്? പെട്ടെന്ന് അയാൾ വാതിലിനിടയിൽ നിന്നും ആ വയസ്സു ചെന്ന സ്ത്രീയെ മുടുക്കി പിടിച്ച് നിലത്തിട്ട ശേഷം ചുറ്റിക കൊണ്ട് 5-6 തവണ അവരുടെ തലയ്ക്കടിച്ചു. തലയോട്ടി പൊട്ടി തലച്ചോറ് വെളിയിൽ വന്നിരുന്നു. അയാൾ ഇപ്പോൾ ചോരയിൽ കുളിച്ച് നിൽക്കുകയാണ്. അയാൾ തൻ്റെ വസ്ത്രം ഊരി മാറ്റി പുതിയ വസ്ത്രങ്ങൾ ധരിച്ച ശേഷം ആ പഴയ തുണികൾ വീടിന് വെളിയിൽ കൊണ്ടിട്ട് കത്തിച്ചു. ശേഷം തൻ്റെ ചോരയിൽ കുളിച്ച് കിടക്കുന്ന ഭാര്യയെയും അവളുടെ അമ്മയെയും സ്വന്തം കുഞ്ഞിനെയും സമീപത്തുണ്ടായിരുന്ന ആ വെള്ളമില്ലാത്ത കിണറ്റിൽ എറിഞ്ഞു. അതിനുശേഷം ആ വീടും കത്തിച്ച് ചാരമാക്കി. അങ്ങനെ ഒരു തെളിവും ദൃക്സാക്ഷിയും ബാക്കി വയ്ക്കാതെ വർഷങ്ങൾക്ക് ഇപ്പുറവും രക്ഷപ്പെട്ടു നിൽക്കുന്ന ഒരു കൊലയാളിയാണ് അനിരുദ്ധെന്നറിഞ്ഞ് പാർക്കർ ഞെട്ടി. കിടക്കയിൽ നിന്നും എഴുന്നേൽക്കാൻ ശ്രമിച്ച പാർക്കറിൻ്റെ മുറിവിൽ അനിരുദ്ധ് കാലുകൊണ്ട് അമർത്തി. അയാൾ അബോധാവസ്ഥയിലേക്ക് പോവുകയാണ്. അനിരുദ്ധ് അയാളെ ജീപ്പിന് പിന്നിൽ കയറ്റി മരതക വനത്തിൻ്റെ പ്രദേശത്ത് എത്തിച്ചു. ആ ഭീകര കിണർ അവിടെ വാ തുറന്ന് ഇരിപ്പുണ്ട്. അനിരുദ്ധ് അയാളെ വലിച്ചിഴച്ച് കിണറിൻ്റെ അടുത്തെത്തിച്ചു. പാർക്കർ സാറേ, പാറവട്ടം എന്ന ഈ ജനവാസ മേഖല ആരുമില്ലാത്ത മരതകവനമായി മാറിയതിന് പിന്നിൽ ഒരുപാട് കഥയുണ്ട്. അതുപോലെ ഈ കിണറ്റിൽ വീണ് മരിക്കുന്ന അവസാന ഇര നിങ്ങളുമാണ്. ബെസ്റ്റ് ഓഫ് ലക്ക് മിസ്റ്റർ പോൾ പാർക്കർ. പറ്റുമെങ്കിൽ ഇനി സ്വർഗത്ത് വെച്ച് കാണാം.
അനിരുദ്ധ് അയാളെ ആ കിണറ്റിൽ തള്ളിയിട്ടു. ഭീകരമായ ശബ്ദത്തോടെ പോൾ പാർക്കർ കിണറ്റിൽ പോയി. അനിരുദ്ധ് തൻ്റെ റിവോൾവർ തോക്കെടുത്ത് കിണറ്റിലേക്ക് ബുള്ളറ്റ് തീരും വരെ വെടിവെച്ചു. അന്ന് രാത്രി അനിരുദ്ധ് മറ്റു പോലീസുകാരോട് പോൾ പാർക്കർ ഒരു ദൂരയാത്ര പോയി നാളെ തിരിച്ചെത്തും എന്നൊരു കള്ളക്കഥ പറഞ്ഞു വിശ്വസിപ്പിച്ചു. അതിനുശേഷം പാർക്കറിൻ്റെ താമസ സ്ഥലം കുത്തി തുറന്ന് അകത്ത് കയറി. അയാളുടെ അലമാര പരിശോധിച്ച് നിരവധി ഫയലുകൾ കണ്ടെടുത്തു. അതിൽ നിറയെ അനിരുദ്ധിനെക്കുറിച്ചുള്ള തെളിവുകളായിരുന്നു. ഇത് കണ്ട് അയാൾ ഞെട്ടിപ്പോയി. അനിരുദ്ധ് തൻ്റെ പോക്കറ്റിൽ നിന്നും ഒരു തീപ്പെട്ടിയെടുത്ത് ആ ഫയലുകൾ കത്തിച്ചു. പെട്ടെന്നാണ് ആ മുറിയിലെ വെട്ടം അണഞ്ഞത്. ഇതെന്തു പറ്റി? അയാൾ ചിന്തിച്ചു. അതാ ദൂരെ ഒരു തൊട്ടിൽ ആടുന്നു. അയാളുടെ മനസ്സിൽ തൻ്റെ കൈക്കുഞ്ഞിൻ്റെ മുഖം ഓർമ്മ വന്നു. അയാൾ പതിയെ തൊട്ടിലിന് അടുത്തേക്ക് നടന്നു. അവിടെ ഒരു കുഞ്ഞ് കരയുന്നുണ്ട്. അതാ തൊട്ടിലിൽ പുഴുത്തളിഞ്ഞ ഒരു കൈക്കുഞ്ഞ് കാലിട്ടടിക്കുന്നു. അപ്പോൾ 2-3 പുഴുക്കൾ അയാളുടെ മുഖത്തേക്ക് തെറിച്ചു. അയാൾ അറച്ചുപോയി. എന്തോ ഉരുണ്ടു കയറുന്നത് പോലെ അയാൾ വീടിന് പുറത്തേക്ക് ഇറങ്ങിച്ചെന്ന് ഛർദ്ദിച്ചു. പെട്ടെന്ന് അയാൾ തൻ്റെ ജീപ്പുമായി മരതകവനത്തിലേക്ക് എത്തി. ആ പൊട്ടക്കിണറിന് അടുത്തെത്തി അയാൾ അതിലേക്ക് എത്തി നോക്കി. അപ്പോൾ പിന്നിൽ നിന്നും ഒരു ശബ്ദം, "എത്തി നോക്കണ്ട അനിരുദ്ധേ, ഞാൻ ചത്തിട്ടില്ലടാ." തിരിഞ്ഞു നോക്കിയ അയാൾ കണ്ടത് വയറ്റിലെ മുറിവിൽ കൈവച്ച് നിൽക്കുന്ന പോൾ പാർക്കറിനെയാണ്. പാർക്കർ അയാളോട് പറഞ്ഞു, "ഈ കിണറ്റിലെ ആത്മാക്കൾക്ക് എന്നോട് സ്നേഹമുണ്ടടാ അനിരുദ്ധേ. അന്ന് നിന്നെ കിണറ്റിൽ പോവാതെ തടഞ്ഞു നിർത്തിയ അതേ കല്ലുകളാ ഇന്ന് എന്നെ രക്ഷിച്ചത്. എങ്ങനെയൊക്കെയോ വലിഞ്ഞു പിടിച്ച് ഞാൻ വെളിയിലിറങ്ങി. പക്ഷേ കാര്യമില്ലല്ലോ പാർക്കർ സാറേ, തെളിവുകൾ അടങ്ങിയ ഫയലുകൾ ഞാൻ കത്തിച്ചു കളഞ്ഞല്ലോ." അപ്പോൾ ചിരിച്ചുകൊണ്ട് പാർക്കർ തൻ്റെ പോക്കറ്റിൽ നിന്നും ഫോൺ എടുത്ത് കാണിച്ചിട്ട് പറഞ്ഞു, "ഇത് മുൻകൂട്ടി കണ്ടിട്ട് തന്നെയാ അനിരുദ്ധേ ഞാൻ ആ ഫയലുകൾ മേലുദ്യോഗസ്ഥർക്ക് മുൻപേ അയച്ചു കൊടുത്തത്. ഞാൻ പറയുന്നത് വരെ ആക്ഷൻ ഒന്നും എടുക്കണ്ട എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഇതുവരെ നീ രക്ഷപ്പെട്ടത്. പിന്നെ നീ എന്നോട് ഒരു വാക്കു പറഞ്ഞല്ലോ, പറ്റുമെങ്കിൽ നമുക്ക് സ്വർഗത്ത് വെച്ച് കാണാമെന്ന്. ഇനി നീ കാണാൻ പോകുന്നത് സ്വർഗമല്ല അനിരുദ്ധേ, നരകമാണ്. നിൻ്റെ ഒടുക്കത്തെ നരകം." വെടിവെക്കാനായി തോക്കെടുത്ത അയാളെ പാർക്കർ ചവിട്ടി കിണറ്റിലേക്ക് കളഞ്ഞു. ഇതാ 100-ലധികം കൈക്കുഞ്ഞുങ്ങൾ കിണറ്റിലിട്ട് അനിരുദ്ധിനെ പിച്ചി തിന്നുന്നു. പെട്ടെന്ന് അവിടേക്ക് പോലീസ് വാഹനങ്ങൾ എത്തി. അപ്പോൾ മുറിവിൽ തപ്പിപ്പിടിച്ചുകൊണ്ട് പാർക്കർ നിലത്തു കിടക്കുകയാണ്. "അനിരുദ്ധ് കിണറ്റിൽ ചാടി ആത്മഹത്യ ചെയ്തു സാർ," പാർക്കർ മേലുദ്യോഗസ്ഥനോട് പറഞ്ഞു. അങ്ങനെ ആശുപത്രി കിടക്കയിൽ കിടക്കുന്ന പാർക്കറെ തേടി ഒരു ഞെട്ടിക്കുന്ന ഫോൺ കോൾ വന്നു. ശൈലനാഥനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയെന്ന്. പാർക്കർ ഞെട്ടി. ശൈലനാഥൻ തൂങ്ങി മരിച്ചെന്നോ? അപ്പോൾ അയാൾ മരിച്ചില്ലായിരുന്നോ? അന്ന് ഇൻ്റർനെറ്റിൽ കണ്ടതെല്ലാം തെറ്റായിരുന്നോ? അങ്ങനെ നിരവധി ചോദ്യങ്ങൾ അയാളുടെ മനസ്സിൽ എത്തി. വീണ്ടും പൊട്ടക്കിണറ്റിൻ്റെ ദൃശ്യം കാണുന്നു. അതിലെ ആഴത്തിൽ നിന്നും അനിരുദ്ധടക്കമുള്ള 100-ലധികം ആളുകളുടെ നിലവിളി കേൾക്കുന്നതോടെ ഈ കഥ ഇവിടെ അവസാനിക്കുന്നു. ഗസഹേൽ എന്ന കഥ ഇവിടെ അവസാനിക്കുകയാണ്. ഈ കഥ എങ്ങനെയുണ്ടായിരുന്നു? ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നുള്ള വിവരങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ കൂടുതൽ കമൻറ്റുകൾ കൂടി രേഖപ്പെടുത്തുക. ഇതുപോലെ മറ്റൊരു ത്രില്ലിംഗ് സ്റ്റോറിയുമായി ഞാൻ വരും വരേക്കും എല്ലാവർക്കും ശുഭം.